സോ ഹേ ഗൈസ് എല്ലാം മച്ചാന്മാർക്കും പണിയിട്ട് ഗേസിനെ മറ്റൊരു കിടക്കാച്ചി ഗെയിം പ്ലേയിലോട്ട് സ്വാഗതം സുഹൃത്തുക്കളെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2022 അവസാനിച്ചു, 2023 2022 ബെസ്റ്റ് ഗെയിംസ്, മൊബൈലല്ല PC-യുള്ള ബെസ്റ്റ് ഗെയിംസ്, വേൾഡിൽ തന്നെ ബെസ്റ്റായിട്ടുള്ള കുറച്ച് ഗെയിംസാണ്. അതായത് ടോപ്പ് 4 നിൽക്കുന്ന 4 ഗെയിംസാണ് ഗെയിംസ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. പരിചയപ്പെടുത്തുക എന്ന് വെച്ചാൽ അതിലെന്തൊക്കെയാണ്, ആ ഗെയിം എന്തൊക്കെയാണ്, പിന്നെ അതിൻ്റെ ഡൗൺലോഡ്സും കോപ്പീസ് എത്രത്തോളം വിറ്റ് പോയി എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സോ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത പൊട്ടന്മാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും, എനിക്ക് വ്യൂ കിട്ടും, അവർക്ക് എന്തെങ്കിലുമൊക്കെ അറിയുകയും ചെയ്യും, ഇതൊക്കെ മെയിനാവാം. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. സോ നമ്പർ 1 എൽഡൻ റിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമാണ് ഗെയ്സ് ടോപ്പ് 1 നിൽക്കുന്നത്. ഇതൊരു അഡ്വഞ്ചർ ഗെയിമാണ്, മാത്രമല്ല ഒരു അൾട്രാ ഗ്രാഫിക്സാണ്, നല്ലൊരു ഗ്രാഫിക്സാണ്. PC ഗെയിംസിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, നല്ലൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഗ്രാഫിക്സ് ആയിരിക്കും ഒട്ടുമിക്ക ഗെയിംസ്. പരത്തേനും നമ്മൾ സൈബർ പങ്കൊക്കെ കളിച്ചുള്ളവർക്ക് അറിയാം, അതിൽ കസ്റ്റമൈസേഷൻ ഉണ്ട്. ഇതിലും അങ്ങനെ കുറേ കസ്റ്റമൈസേഷനൊക്കെ ഉണ്ട്, അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കസ്റ്റമൈസേഷനൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ ഇതൊരു സ്റ്റോറി മോഡ് ഗെയിമാണ്. ഓക്കെ, സ്റ്റോറി ആയിട്ടുള്ളൊരു ഗെയിമാണ്. പിന്നെ അതിൻ്റെ ഗ്രാഫിക്സാണ് ഗെയിംസ് മെയിൻ. ഗ്രാഫിക്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റിയലിസ്റ്റിക്കാണ്, നല്ലൊരു ഗ്രാഫിക്സാണ്. ഇതൊരു അഡ്വഞ്ചർ ഗെയിമാണ്. ഓക്കെ, ഒരുപാട് സംഭവങ്ങളുണ്ട്, നല്ലൊരു ആനിമേഷനാണ്, നല്ലൊരു അതായത് സംഭവമാണ് ഗെയിംസ്, നല്ല രസമുള്ളൊരു ഗെയിമാണ്. സോ ഇതാണ് ഗെയിംസ് ഈ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് ഗെയിം എന്ന് ഗൂഗിളും മറ്റൊരൊക്കെ എല്ലാവരും കൂടി തിരഞ്ഞെടുത്ത് പറഞ്ഞാൽ തോന്നുന്നുണ്ട്, ആരെങ്കിലൊക്കെ പറയട്ടെ. പിന്നെ ഈ ഒരു ഗെയിം 2022 ലോഞ്ച് ആയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ടോട്ടൽ സെയിൽസ് എന്ന് പറയുമ്പോൾ 17.5 മില്യൺ യൂണിറ്റാണ് വിറ്റ് പോയിട്ടുള്ളത്. ഇത്രയും തന്നെ അത്യാവശ്യം ഉണ്ട് കേസ്. 17.5 മില്യണിൽ കൂടുതലാണ്, 17.5 മില്യൺ അല്ല, അതിൽ കൂടുതൽ കോപ്പീസാണ് ഇത് വിറ്റ് പോയിട്ടുള്ളത്. സോ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ലൊരു വിറ്റ് പോലെ തന്നെയാണ് ആ വിറ്റ് പോയത്. എന്തായാലും കൊള്ളാം എൽഡൻ റിങ്. സോ PC-യുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ, കാശുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കളിച്ചോളൂ. ഓക്കെ, ഇത് ഫ്രീ ആണോ പെയ്ഡ് ആണോ എന്നുള്ളത് എനിക്കറിയത്തില്ല, ഞാൻ കളിച്ചിട്ടില്ല എന്തായാലും. സോ ലെറ്റ്സ് ഗോയിങ് ടു നമ്പർ 2. രണ്ടാമത്തെ ഗെയിം ടോപ്പ് 2 നിൽക്കുന്ന ഗെയിം എന്ന് പറഞ്ഞാൽ ഗോഡ് ഓഫ് വാർ റാഗ്നറോക്ക്. ഓക്കെ, വാർസ് എന്നില്ല, ഗോഡ് ഓഫ് വാർ റാഗ്നറോക്ക്. ഓക്കെ, തോർ റാഗ്നറോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതും അങ്ങനത്തെ എന്തോ റാഗ്നറോക്കാണ്. സോ ഇതും ഒരു സ്റ്റോറി മോഡ് ഗെയിമാണ്. ഓക്കെ, ഈ പറയുന്ന എല്ലാ ഗെയിമും ഒരു സ്റ്റോറി ഗെയിമാണ്, കാരണം PC-യിൽ സ്റ്റോറി ഗെയിംസ് അല്ലേ അധികം ക്ലിക്ക് ആവത്തുള്ളൂ. സോ ഇതിൻ്റെ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം, അത് കുറേ മുന്നത്തെ ഗെയിമാണ്, ഒട്ടുമിക്ക ആൾക്കാർ കളിച്ചിട്ടുള്ള ഗെയിമാണ്. പിന്നെ ഇതിനെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാലും ഞാൻ പറയുന്നതെന്നുള്ളൂ. ഇതിൻ്റെ ഗ്രാഫിക്സ് ഒന്നും തന്നെ ഒരു രക്ഷയില്ല, അടിപൊളി ഗ്രാഫിക്സാണ്. ഇതിൻ്റെ ആനിമേഷൻസ് ആയിക്കോട്ടെ, ഇതിൻ്റെ സൗണ്ട്, ഓഡിയോസും കാര്യങ്ങളൊക്കെ ഒരു അടിപൊളിയാണ്. പോരത്തെ ഇതൊരു അഡ്വഞ്ചർ ഗെയിമാണ്. ഓക്കെ, നല്ലൊരു ഗെയിമാണ് ഗെയ്സ്. ഗോഡ് ഓഫ് വാർ, അതാണ്, അത് ദൈവങ്ങളുടെ യുദ്ധം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ ഇതും 2022 ലോഞ്ചായത്, ഇത് കുറേ മുന്നേ ലോഞ്ചായതാണ്. സോ ഇത് 2022 ഫസ്റ്റ് വീക്കിൽ ഏകദേശം 5.1 കൂടുതൽ 5.1 ഇപ്പം ഞാൻ എങ്ങനെ പറയുകയാണെങ്കിൽ 5.1 മില്യൺ പ്ലസ് ഡൗൺലോഡ്സാണ് ഇതിൻ്റെ, അതായത് സെയിൽസാണ്, കോപ്പീസാണ് ഇത് വിറ്റ് പോയിട്ടുള്ളത്. ഓക്കെ, മോർ ദാൻ 5.1 മില്യൺ അങ്ങനെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിന് മലയാളം എനിക്ക് കിട്ടുന്നില്ല, വേണ്ട, അതൊക്കെ അങ്ങനെ തന്നെ തന്നെയാണ്. മോർ ദാൻ 5.1 മില്യൺ. ഓക്കെ, അത്രയും കോപ്പീസാണ് ഇപ്പോൾ വിറ്റ് പോയിട്ട്. 5 മില്യണിൽ മുകളിൽ കോപ്പീസ് വിറ്റ് പോയിട്ടുണ്ട്, അതായത് ഗോഡ് ഓഫ് വാർസിൻ്റെ, അതായത് 2022 ഫസ്റ്റ് വീക്കിൽ. ഓക്കെ, അതായത് ജനുവരിയിൽ. സോ ഇനി ഇതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നൊരു ഗെയിം ആയതുകൊണ്ട് നമുക്ക് അടുത്ത ഗെയിമിലോട്ട് പോകാം. സോ ടോപ്പ് 3 നിൽക്കുന്ന ഗെയിമാണ് ഹോറിസോൺ ഫോർബിഡൻ വെസ്റ്റ്. ഓക്കെ, അങ്ങനെ ഹോറിസോൺ ഫോർബിഡൻ വെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗെയിമാണ്. ഇതും ഒരു അഡ്വഞ്ചർ ഗെയിം തന്നെയാണ്, നല്ല രസമുള്ള ഒരു ഗെയിമാണ്. അഡ്വഞ്ചർ ഫൈറ്റിംഗ് ഷൂട്ടിംഗ് ഗെയിം എന്നൊക്കെയാണ് പറയുന്നത്, ഷൂട്ടറാണ്. ഓക്കെ, വെടിവെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ഗൂഗിളിൽ കണ്ടതാണ്. ഓക്കെ, ഞാൻ കളിച്ചിട്ടില്ല. പിന്നെ പറയാമല്ലോ, ഇത് സ്റ്റോറി മോഡ് ഗെയിമാണ്. പിന്നെ അതിൻ്റെ ഗ്രാഫിക്സും പിന്നെ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അൾട്രാ ഗ്രാഫിക്സാണ്, ഭയങ്കര ഒരു
നല്ലൊരു ക്വാളിറ്റിയാണ് ഒക്കെ ആയിട്ട് ടെക്സ്റ്റേഴ്സ് ആയാലും ഗ്രാഫിക് എല്ലാം നല്ലൊരു രസമുള്ളൊരു ഇതാണ്. ആ ട്രെയിലറിലാണ് ഞാൻ കണ്ടത്. ഗെയിം പ്ലേസ് ഞാൻ നോക്കി, എന്നാലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു ഗ്രാഫിക്സ് ഉള്ളൊരു ഗെയിം തന്നെയാണ്. സോ ഇതിനെക്കുറിച്ചും വലിയ രീതിയിൽ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് അത്യാവശ്യം ക്ലിക്കായിട്ടുള്ളൊരു ഗെയിം തന്നെയാണ്. സോ ഇതിൻ്റെ ടോട്ടൽ സെയിൽസ് എന്ന് പറയുമ്പോൾ മോർ ദാൻ 20 മില്യൺ പ്ലസ് കോപ്പീസാണ് വിറ്റ് പോയിട്ടുള്ളത്. അതായത് വേൾഡ് വൈഡ്, ലോകത്ത് മുഴുവൻ വേൾഡ് വൈഡായിട്ട് നോക്കുകയാണെങ്കിൽ 20 മില്യൺ പ്ലസ് കോപ്പീസാണ് വിറ്റ് പോയിട്ടുള്ളത്. അതായത് 20 മില്യണിൽ കൂടുതൽ കോപ്പീസ് അതിൻ്റെ വിറ്റ് പോയിട്ടുണ്ട്. സോ അത് ലോകം മുഴുവനാണ് കേട്ടോ. ലോകത്തുള്ള എല്ലായിടത്തും കൂടി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 20 മില്യണാണ് വിറ്റ് പോയിട്ടുള്ളത്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ഗെയിമാണ്. നിങ്ങൾക്ക് പി സി ഉള്ളവർ ഒന്ന് കളിച്ച് നോക്കുക, എന്നിട്ട് അഭിപ്രായം എന്നെ കൂടി ഒന്ന് അറിയിക്കുക. അത്രേ ഉള്ളൂ. സോ ഗോയിങ് ടു നമ്പർ 4, സ്ട്രേ. ഇത് ഒരു രക്ഷയില്ലാത്ത ഗെയിമാണ്. ഇത് ഒട്ടുമിക്ക ആൾക്കാർക്ക് ഈ ഒരു ഗെയിമിനെ കുറിച്ച് അറിയുമായിരിക്കും. ഓക്കെ, ഇതൊരു പൂച്ചയുടെ ഗെയിമാണ്. പൂച്ച എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ ഇങ്ങോട്ട് പോകണ്ട. ഇതൊരു സിമുലേഷൻ ആയിട്ടുള്ളൊരു ഗെയിമാണ്. ഒരു രക്ഷയില്ലാത്ത സ്റ്റോറി ലൈനാണ്. ഒരു അഡ്വഞ്ചർ ആൻഡ് പസിൽ ആയിട്ട് കളിക്കാൻ പറ്റും. അതായത് ഇതിൽ കുറേ പസിലുണ്ട് കേസ്. നമ്മൾ എൻ്റെ സ്റ്റോറി വരെ നമുക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് എന്താ പറയുക, നല്ലൊരു സ്റ്റോറി ലൈനാണ് കേസ്. നല്ലൊരു സ്റ്റോറി ഇനി യൂട്യൂബിലുണ്ട്, അത് നിങ്ങൾക്കെടുത്ത് കാണാം. സോ ഈ 4 ഗെയിം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിമാണ്. നിങ്ങൾ ഏത് ഗെയിമാണ് ഇതിൽ ഈ 4 ഏറ്റവും കളിച്ചിട്ടുള്ളത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. സോ നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യുക. ഈ ഗെയിം അതായത് എൽഡൻ റിംഗ് ആണോ ടോപ്പ് 1ൽ നിൽക്കേണ്ടത്, അതോ ഗോഡ് ഓഫ് വാർ ആണോ, അതോ സ്ട്രേ ആണോ, അതോ ഹോറിസോണോ? സോ ഏത് ഗെയിമാണ് ടോപ്പ് 1ൽ നിൽക്കേണ്ടത് എന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്തേക്കുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ ഈ ഒരു ചാനലിൽ ഗെയിം പ്ലേ വീഡിയോസാണ് അധികം വരിക. അതായത് ഗെയിം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരിക. സോ ഫ്രീ ഫയർ, പബ്ജി, മൈൻക്രാഫ്റ്റ് അങ്ങനത്തെ ഗെയിമുകളുടെ ഒക്കെ വീഡിയോസ് ഞാൻ ഈ ചാനലിൽ ഇടുന്നുണ്ട്. സോ എനിക്ക് വ്യൂസ് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ പറയാനുള്ള കാരണം. സോ സബ്സ്ക്രൈബ് ചെയ്യേണ്ട പോകാതിരിക്കരുത്. ഓക്കെ, അല്ല സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങളാരും പോകരുത്. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. സോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ പണ്ഡിറ്റ് സൈനിങ് ഔട്ട്. பயமாக இருக்கா? இதுக்கப்புறம் இன்னும் பயங்கரமாக இருக்கும்.